ഹലോ, ഇന്ന് നമുക്കൊരു പോപ്കോണിന്റെ കഥ പറഞ്ഞാലോ. മിഷുപ്പി ഹൈസാപ്പും കൂടി പോപ്കോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്ത് കരുതി, ഇതിന് അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ, വേഗം കുറച്ച് പോപ്കോൺ ഉണ്ടാക്കി കൊടുത്താൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്താക്കി, വേഗം ഒരു പോപ്കോൺ ആക്കി കൊടുക്കാൻ റെഡിയാക്കിയേ. പക്ഷെ മിഷുപ്പിക്ക് അത് ആവാനുള്ളൊരു ക്ഷമ പോലും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ അടുത്തുനിന്ന് മാറിയതേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാക്കി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ മിഷുപ്പിക്കും ഐസക്കും വല്യമ്മച്ചിക്ക് കൊടുക്കണം. അങ്ങനെ വല്യമ്മച്ചിക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മിഷുപ്പി വരെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഐസ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഹൈസാപ്പൂനും കൊടുത്തു. മിഷുപ്പി ആണെങ്കിൽ എന്ത് കിട്ടിയാലും അടിപൊളി എന്നല്ലാണ്ട് പറയില്ല. ഹൈസാപ്പു കൊടുന്ന് വായിലിട്ട് അവിടെ പൊള്ളിയിട്ടുണ്ടായിരുന്നു, കാരണം നല്ല ചൂടോടുള്ള സാധനമാണല്ലോ. അങ്ങനെ വല്യമ്മച്ചും ഹൈസാപ്പും മിഷുപ്പിയും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴാണ് അത് സംഭവിച്ചത് കേട്ടോ. സ്മെല്ല് എവിടുന്ന് കിട്ടിയിട്ടാണോന്ന് അറിയില്ല, അങ്ങനത്തെ നമ്മളെ ഇവാച്ചും ഉണ്ടല്ലോ ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവാച്ചു കൊടുത്ത സിഗ്നൽ മേൽ ബാക്കിയുള്ള എല്ലാ കുട്ടീസും എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഒരു കുഞ്ഞു പോപ്കോണിൻ്റെ കഥ നമ്മളെ വീട്ടിൽ ഇപ്പോൾ അതൊരു വലിയ പോപ്കോൺ കഥയായി മാറിയിരിക്കുകയാണ്.